പെരൂർക്കടയിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധി ഇന്ന്. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് വിധി പറയുക. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സൈബർ ഫോറൻസിക് തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് നിർണായകമായത്. വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, ഏറെ കൊള്ളിളക്കം സൃഷ്ടിച്ചൊരു കൊലപാതകമായിരുന്നു. കാരണം നഗര മധ്യത്തിൽ ഈ കൊലപാതകം നടന്നു എന്നുള്ളത്. അതിനുശേഷം ഈ പ്രതിയിലേക്ക് എത്തിയപ്പോൾ പോലീസിന് തെളിവുകൾ ശേഖരിക്കുന്നതടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. പണയം വെച്ച സ്വർണ്ണമാല, അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ വിദഗ്ധമായി ഒളിപ്പിക്കുന്നതിൽ ഈ പ്രതി സമർത്ഥമായി തന്നെ അത് പലതവണ ഒളിപ്പിച്ച് മാറ്റിയിരുന്നു. പക്ഷേ കേരള പോലീസിൻ്റെ ഏറ്റവും മികവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രതിയെ പിടികൂടുകയും തെളിവ് ശേഖരിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഇന്നാണ് ആ വലിയ വിവാദമുണ്ടായ കൊലപാതക കേസിലെ കോടതി വിധി വരുന്നത്. എങ്ങനെ നമുക്ക് വിലയിരുത്താം? രോഹിണി, 2022 ഫെബ്രുവരി 6-നാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ അമ്പലമുക്കിൽ അലങ്കാരച്ചെടി വിൽക്കുന്ന കടയിലെ ജീവനക്കാരിയും നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനിയായ വിനീതയെ പട്ടാപ്പകൽ ഈ തൊണ്ടയിലേക്ക് കത്തി കുത്തിയിറക്കി അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ഈ സാക്ഷിമൊഴികളൊന്നുമില്ലായിരുന്ന കേസിൽ, അല്ലെങ്കിൽ സാക്ഷികളൊന്നുമില്ലായിരുന്ന കേസിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സൈബർ തെളിവുകളും ഉപയോഗിച്ചുകൊണ്ടാണ് കേരള പോലീസ് ഈ കേസ് തെളിയിച്ചത് എന്ന് പറയേണ്ടി വരുന്നു. തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ പ്രധാന പ്രതി. ഓൺലൈൻ ട്രേഡിങ്ങും മറ്റും നടത്തിയിരുന്ന രാജേന്ദ്രൻ സാമ്പത്തികമായിട്ട് തളർന്നിരുന്നു. സാമ്പത്തികമായിട്ട് ഈ തളർന്ന സമയത്ത് ഈ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതക രീതി ചെയ്തിരുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ സമാനമായ രീതിയിൽ തന്നെയാണ് തമിഴ്നാട് കന്യാകുമാരിയിലെ സുബ്ബയ്യയെയും ഭാര്യയെയും വളർത്തുമകളെയും കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ കേസിൽ തമിഴ്നാട് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ തമിഴ്നാട് സൈബർ വിദഗ്ധരുടെയൊക്കെ സഹായം കേരള പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 118 സാക്ഷികളിൽ 90 പേരെ സാക്ഷികളായിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. കാരണം ഈ സൈബർ തെളിവുകൾക്ക് പുറമേ തന്നെ ഈ കൊലപാതകം ആരും നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ കൊലപാതകം സംഭവിക്കുന്ന സമയത്ത് ആരും ആ പ്രദേശത്ത് ഉണ്ടാവുകയോ ചെയ്യുന്നത്. പക്ഷേ ഇയാൾ സഞ്ചരിച്ച സഞ്ചാരപാതയും CCTV ദൃശ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച തെളിവുകളും സാക്ഷികളെ കാണിച്ചുകൊണ്ടാണ് ഈ കേസ് തെളിയിച്ചത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവ്, 7 DVD എന്നിവയും 222 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പട്ടാപ്പകലായിരുന്നു അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയെ ഈ കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ ഓക്കൽ കോട് കീറിപ്പോകുന്ന രീതിയിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ മാലയും കവർന്നിരുന്നു. ഈ മാല കവർന്നതിന് ശേഷം ഇത് പണയം വെച്ചിരുന്നു. ഈ പണയം വെച്ചിരുന്ന അതോടൊപ്പം തന്നെ ഈ പണയം വെച്ചിരുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിലാണ് പക്ഷേ ഈ രാജേന്ദ്രനെ പോലീസിനെ കൊടുക്കാനായത്. 2022-ലായിരുന്നു പട്ടാപ്പകൽ തിരുവനന്തപുരം നഗരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നത്. ഏതായാലും 2 വർഷത്തിനുള്ളിൽ ഈ കേസിലൊരു തീർപ്പുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട്ടിലും രാജേന്ദ്രൻ സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും 2022 നടന്ന കേസിൽ ഇന്ന് വിധി വരും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻ ജഡ്ജി പ്രസൂൺ മോഹനാണ് ഈ കേസിൽ വിധി പറയുന്നത്. രോഹിണി. ശരി ടിൻറ്റു. പെരൂർക്കടയിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധി ഇന്ന്. ടിൻറ്റു ദാസാണ് വിവരങ്ങൾ നൽകിയത്.